ഈ സമരത്തിന് കോൺഗ്രസ് പിന്തുണയ്ക്കാത്തതിന് കാരണം ഈ സമരത്തിൽ 10 കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ 9 കാര്യങ്ങൾക്കും ഉത്തരവാദികളായിട്ടുള്ളത് കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. അതിൽ ഒരു കാര്യം മാത്രമാണ് കേന്ദ്ര ഭരണത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സംസ്ഥാനങ്ങൾ BJP ഇതര NDA ഇതര സംസ്ഥാനങ്ങളോടുള്ള സാമ്പത്തികമായിട്ടുള്ള വരിഞ്ഞുമുറുക്കൽ എന്നുള്ള വിഷയം നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ കർണാടകയുടെ കാര്യം പറഞ്ഞു. കർണാടകയിൽ കഴിഞ്ഞ 8 മാസത്തിനിടയ്ക്ക് 2000 രൂപ വെച്ചിട്ട് വീട്ടമ്മമാർക്കും സ്ത്രീകൾക്കും കൊടുക്കുന്ന പദ്ധതി ഉൾപ്പെടെ 4ഓളം പദ്ധതികൾ തുടങ്ങുന്നു. അവിടെ വരൾച്ച ഉൾപ്പെടെയുള്ള വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. പ്രത്യേക സ്പെഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് സ്റ്റേറ്റിന്. ആ സ്പെഷ്യൽ പ്രോബ്ലംസിൽ വരൾച്ച ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് കേന്ദ്ര സർക്കാരിൽ കിട്ടാനുള്ളത് കിട്ടുന്നില്ല. അതൊരു പ്രശ്നം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. അത് മാത്രമല്ല, കർണാടക സർക്കാർ അവരുടെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് തോറ്റുപോയ MP-മാരെ അല്ലെങ്കിൽ സീറ്റ് കിട്ടാതെ സങ്കടം പെട്ടുകൊണ്ട് മറ്റ് പാർട്ടികളിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വരുന്ന മുൻ MP-മാരെയൊക്കെ ഡൽഹിയിൽ കൊണ്ടുപോയി പ്രത്യേക പ്രതിനിധികളായിട്ട് ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് നിയമിച്ചിട്ടുണ്ടായിരുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് വേണ്ടതൊക്കെ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ചെയ്ത സർക്കാരാണ് കേരള സർക്കാർ. ഇതൊക്കെ ചെയ്തു എന്ന് മാത്രമല്ല, അങ്ങനെയും പണം ദൂർത്തടിച്ച ഒരു സർക്കാർ, അവരുടെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ മുഴുവൻ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനല്ല. നിങ്ങൾ ഒരു കാര്യത്തിലും സംശയം വിചാരിക്കേണ്ട. BJPക്കെതിരെ, അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്കെതിരെ, നയപരിപാടികൾക്കെതിരെ, സാമ്പത്തിക പരിപാടികൾക്കെതിരെ കൃത്യമായിട്ടുള്ള എതിർപ്പ് കോൺഗ്രസിനുണ്ട്. അതിന് സംശയമില്ല. കേരളം ഉന്നയിക്കുന്ന BJP സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എതിർപ്പുണ്ട്. അതിന്റെ ഭാഗമല്ലേ NK പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ MP ഇന്ത്യൻ പാർലമെന്റിനകത്ത് ചോദ്യം ചോദിച്ചത്, TN പ്രതാപൻ ചോദ്യം ചോദിച്ചത്, ഡീൻ കുര്യാക്കോസ് ചോദ്യം ചോദിച്ചത്, ഇന്ന് വീണ്ടും TM പ്രതാപൻ ശൂന്യവേളയിൽ അക്കാര്യം ഉന്നയിക്കുന്നത്. കേരളത്തിൽ നിന്ന് CPM-ന്റെ ഒരു കനൽ തെരിയുണ്ടല്ലോ, ആലപ്പുഴയിലെ ആരിഫ്, അദ്ദേഹം എപ്പോഴെങ്കിലും ഒന്ന് നാവാടിയിട്ടുണ്ട് ഈ വിഷയത്തെ കുറിച്ചിട്ട്. കോൺഗ്രസിനും UDF-നും ഇതിൽ കൃത്യമായിട്ടുള്ള നയമുണ്ട്, തീരുമാനമുണ്ട്. ഞങ്ങൾ കേന്ദ്രത്തോട് അക്കാര്യത്തിൽ വിയോജിക്കുന്നു. പക്ഷെ ആ വിയോജിപ്പ് നിൽക്കുമ്പോൾ തന്നെ കേരള സർക്കാർ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിശ്വാസ്യത ആർജിക്കാവുന്ന രീതിയിലുള്ള ധനകാര്യ മാനേജ്മെന്റ് ആണോ കേരള സർക്കാർ കഴിഞ്ഞ 7.5 വർഷത്തിനുള്ളിൽ നടപ്പാക്കിയത്? അല്ല എന്ന് തന്നെ പറയണം. 2016-ൽ ധനകാര്യ മന്ത്രിയായിട്ട് ചുമതലയേറ്റ തോമസ് ഐസക് വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിച്ചു. ആ വൈറ്റ് പേപ്പറിൽ പറയുന്നത് കേരളം അതിരൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന്. അങ്ങനെ ഒരു ബോധ്യമുള്ള സർക്കാരായിരുന്നെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് നടക്കുന്ന 7.5 വർഷക്കാലം സാമ്പത്തിക ദുർനടപ്പിന്റെ, ദൂർത്തിന്റെ, അഴിമതിയുടെ, പിൻവാതിൽ നിയമനങ്ങളുടെ ഒക്കെ ഉത്തമ കേളി രംഗമായിട്ട് കേരളത്തെ മാറ്റുമായിരുന്നോ? ഇല്ലല്ലോ. ഇനി ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. ഇവിടെ കേരളത്തിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയെ കാണാനും മറ്റ് മന്ത്രിമാരെ കാണാനും ഒക്കെ സമയമുണ്ടായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭാംഗങ്ങൾക്കൊക്കെ. അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ ജ്യോതിബസു അനുസ്മരണവും ബംഗാൾ യാത്രയും ഒക്കെ ഒഴിവാക്കി പ്രധാനമന്ത്രിയെ കൈകൂപ്പി സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ആ ഘട്ടത്തിലെങ്കിലും പ്രധാനമന്ത്രിയോട് കേരളത്തോടുള്ള സാമ്പത്തിക അവഗണന ഒഴിവാക്കി തരണമെന്ന് ചോദിക്കാൻ ഇദ്ദേഹം താല്പര്യം കാണിച്ചോ? ഞാൻ ചോദിക്കുന്നത്, കുറച്ചു കാലം മുമ്പേ സജി ചെറിയാൻ എന്ന് പറഞ്ഞ ഒരു മന്ത്രി കേരളത്തിലെ ബിഷപ്പുമാരോട്, ഇന്ത്യയിലെ ബിഷപ്പുമാരോട് പറഞ്ഞത്, നിങ്ങൾ മണിപ്പൂരിനെ കുറിച്ചിട്ട് ക്രിസ്മസ് ആഘോഷത്തിന് പോയപ്പോൾ, കേക്ക് മുറിച്ചപ്പോൾ, വീഞ്ഞു കുടിച്ചപ്പോൾ ചോദിച്ചോ എന്ന്. അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോയ ആ അവസരത്തിലെങ്കിലും കേരളത്തിന് കിട്ടേണ്ടത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചോദിച്ചു മേടിക്കാമല്ലോ. ഇനി ഇതുമായിട്ട് അനുബന്ധിച്ച ഒരു കാര്യം ചോദിക്കാനുള്ളത്, കേരളത്തിന്റെ ധനകാര്യമന്ത്രി പറയുന്നു നമ്മുടെ GST കളക്ഷൻ 20%-ലധികമാണെന്ന്. GST ആക്ട് അനുസരിച്ച് 14%-ലധികമാണെങ്കിൽ GST കോമ്പൻസേഷൻ അർഹതയില്ല. ഒന്നാമത്തെ കാര്യം. ഇനി അത് എന്ത് തന്നെയായാലും GST കോമ്പൻസേഷൻ 5 വർഷത്തേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അത് 5 വർഷത്തെ കൃത്യമായിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നു. ഇനി പിന്നെ പറയുന്നത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആണ്. അതും കേരളത്തിന് ഏറ്റവും ഉന്തിയ രീതിയിൽ തന്നെ കിട്ടിയിരിക്കുന്നു. അതും വാങ്ങിയിരിക്കുന്നു. ഇനി ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിലാണ് തർക്കം. അതിന് പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ജനസംഖ്യ അനുപാതമായിട്ട്, നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി അനുസരിച്ചിട്ട് പല കാര്യങ്ങൾ, ഫിസ്ക്കൽ മാനേജ്മെന്റ്. ഈ ഫിസ്ക്കൽ മാനേജ്മെന്റ് എന്നുള്ള ഒറ്റ കൺസിഡറേഷനിൽ തന്നെ കേരളത്തിന് ഇത് അർഹതപ്പെടില്ല. കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുക്കാത്ത, ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കാത്ത, CAG റിപ്പോർട്ടിൽ പോലും നിരവധിയായിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുന്ന ഒരു സംസ്ഥാനത്തിന് ഫിസ്ക്കൽ മാനേജ്മെന്റിന്റെ ആ ഗ്രേഡിൽ വരുന്ന ഒരു ഫണ്ടിനും അർഹതയില്ല എന്ന് കൂടി ഞാൻ പറയാം. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ, ഇത്രയും പ്രയാസങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിൽ ആഴ്ത്തരുത് എന്ന് പറഞ്ഞ് നമ്മുടെ ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങാനല്ലേ KV തോമസിനെയും സമ്പത്തിനെയും വേണു രാജാമണിയെയും ഡൽഹിയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത്? അവരുടെ ജോലി എന്തായിരുന്നു? അവർക്ക് കൊടുത്ത ഓണറേറിയവും അവരുടെ സ്റ്റാഫിന് കൊടുത്ത ശമ്പളവും ഒക്കെ, ആനുകൂല്യങ്ങളൊക്കെ, അതുകൂടി നമുക്ക് നഷ്ടം വരുത്തിയില്ല ഈ സർക്കാർ. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഇല്ല, നയപരിപാടി ഇല്ല എന്ന് തന്നെ പറയണം. ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 5 വർഷത്തേക്കാണ് പറഞ്ഞിരുന്നത്. അത് 5 വർഷത്തേക്ക് കിട്ടി എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിനാണ്.
ഞാൻ പറയട്ടെ, ഞാൻ BJP സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു രീതിയിൽ ഒരു മേഖലയിലും സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു സംസ്ഥാനം, അത് മുൻ വർഷങ്ങളിൽ കൂടുതൽ വാങ്ങിയതുകൊണ്ട് ഈ വർഷം കുറഞ്ഞു. ആ ഫാക്ട് അവിടെ നിൽക്കുന്നു. GST കോമ്പൻസേഷൻ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ്. ഈ കിട്ടിയ പണമൊക്കെ ദൂർത്തടിച്ചു. ഇനി നിങ്ങൾ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാന്റ് കിട്ടിയെന്ന്, അത് ആദ്യ ഗഡ് കിട്ടിയത് തന്നെ, അതിൽ എൻ്റെ ഇത് കണക്ക് ശരിയാണെങ്കിൽ 239 കോടി രൂപയോളം എന്തോ വരും. അത് വകമാറ്റി ചെലവഴിച്ച സംസ്ഥാന സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവർക്ക് ഇത് ചോദിക്കാൻ അർഹതയുണ്ടോ? ഇനി UGCയുടെ 750 കോടി രൂപ 2022 മുമ്പ് അതിന്റെ റിപ്പോർട്ടെല്ലാം കൃത്യമായിട്ട് കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുത്തില്ല. ആ പണം ലാപ്സായി പോയി. അതിന്റെ ഉത്തരവാദിത്തമാർക്ക? കേരളത്തിലെ ധനകാര്യ വകുപ്പിന്. ഇങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ കൊടുക്കാതെ, ഓഡിറ്റ് റിപ്പോർട്ടുകൾ കൊടുക്കാതെ ഇതിനൊക്കെ ലാപ്സ് ആകാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് കേരളത്തിന്റെ ധനകാര്യ മിസ്മാനേജ്മെന്റ് തന്നെയാണ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കേരളത്തിന്റെ GSDP ഡെറ്റ് റേഷ്യോ കേന്ദ്ര സർക്കാരിന്റെ ഉൾപ്പെടെ ഈ രാജ്യത്തെ, ഈ ലോകത്തെ മുഴുവൻ ഗവൺമെന്റുകളുടെയും ഡെറ്റ് റേഷ്യോ കൂടും. അത് ലോകവ്യാപകമായിട്ടുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. പക്ഷേ 2016 ശേഷം കേരളത്തിന്റെ GSDP ഡെറ്റ് റേഷ്യോ അലാമിംഗ് ആയിട്ട്, ഏറ്റവും അപകടകരമായിട്ട് വർദ്ധിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാ? 2016 വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിച്ച തോമസ് ഐസക് ഉൾപ്പെടെ ഇന്നത്തെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കല്ലേ? ഇവരല്ലേ പറഞ്ഞത് കേരളം വലിയ പ്രതിസന്ധിയിലാണെന്ന്? അങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും കടം ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നതിന്റെ ഉത്തരവാദിത്തമാർക്ക? എന്തെങ്കിലും വൻകിട പ്രോജക്റ്റുകൾ ഇവിടെ നടപ്പാക്കിയോ? ആളുകൾക്ക് തൊഴിൽ സൗകര്യങ്ങൾ ഇവിടെ ഉറപ്പാക്കിയോ? ആളുകൾക്ക് പെൻഷനും ശമ്പളവും കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാർ. കർണാടകയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ? കർണാടകയിൽ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടോ? ഇന്നലെയല്ലേ ഇടുക്കി ജില്ലയിൽ ഒരു 90 വയസ്സായ ഒരു അമ്മ വഴിയിലിരുന്ന് പ്രതിഷേധിച്ചത്? 86 വയസ്സായ മറിയക്കുട്ടി പ്രതിഷേധിച്ചത്? ആ മറ്റ് സംസ്ഥാനങ്ങളിൽ പെൻഷൻ മുടങ്ങുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, യൂണിയൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാനങ്ങൾക്ക്, NDA ഇതര സംസ്ഥാനങ്ങളോട് വിവേചനപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അതിൽ ഏറ്റക്കുറവുകളുണ്ട് എന്ന് തന്നെയാണ്, ഒരു സംശയവുമില്ല. ആദ്യഘട്ടത്തിൽ ശ്രീ സുരേഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അഴിമതിക്കാരായിട്ടുള്ള നേതാക്കന്മാരാണ് ഇന്ന് കേരളത്തിന്റെ സമരപ്പന്തലിൽ എത്തിയത്. ആരൊക്കെ? അരവിന്ദ് കേജ്രിവാൾ അല്ലെങ്കിൽ മറ്റാളുകളൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ പറയുകയാണ്. ശരിയായിരിക്കാം, നിങ്ങൾ പറയുന്ന രീതിയിലുള്ള അഴിമതിക്കാരായിട്ടുള്ള നേതാക്കന്മാരായിരിക്കും പങ്കെടുത്തിട്ടുള്ളത്. പക്ഷെ ആ ആളുകൾക്കെതിരെ നിങ്ങളുടെ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്രത്തോളം രൂക്ഷമായിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്? പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് പ്രധാനമന്ത്രി തൃശ്ശൂർ പറഞ്ഞു, ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സ്വർണ്ണക്കടത്ത് നടത്തിയത് എന്ന് ഞങ്ങൾക്കറിയാമെന്ന്. എന്ത് നടപടി സ്വീകരിച്ചു? അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ 100 ദിവസം ജയിലിൽ കിടന്നില്ലേ ശിവശങ്കരൻ? എന്ത് നടപടി സ്വീകരിച്ചു? ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിച്ചു? ഈ എക്സാലോജിക് സൊല്യൂഷൻ, സാധാരണപ്പെട്ട ആരെങ്കിലും ആണ് ഇത്തരത്തിലൊരു കമ്പനി സ്ഥാപിച്ച് ഇങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുക അല്ലെങ്കിൽ ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങുകയൊക്കെ ചെയ്തെങ്കിൽ എത്രത്തോളം നടപടികൾ നേരിടേണ്ടി വരും? ഇപ്പോൾ ഷിബു സോറൻ എന്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? കേരളത്തിന് മമതാ ബാനർജിക്കെതിരെ എത്രത്തോളം രൂക്ഷമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്? അരവിന്ദ് കേജ്രിവാളിനെ എത്രത്തോളം നിങ്ങൾ വരിഞ്ഞു മുറുക്കുന്നു? അങ്ങനെ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ സമരപ്പന്തലിൽ വന്ന് അഴിമതിക്കാരായിട്ടുള്ള നേതാക്കന്മാരാണ്, അവരുടെ ക്രെഡിബിലിറ്റി പരിശോധിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അഭിലാഷിനോട് ഞാൻ കൃത്യമായിട്ട് പറയാം, കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള നയപരിപാടി ഇതിലുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ